കണ്ണൂരിൽ ADM ആയിരുന്ന നവീൻ ബാബുവിനെ 2024 ഒക്ടോബർ 15 പുലർച്ചെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടതിന് പിന്നിൽ എന്തൊക്കെയാണ് നടന്നത്? തലേദിവസം യാത്രയപ്പ് ചടങ്ങിൽ അധിക്ഷേപ പ്രസംഗം നടത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പങ്ക് അത് വെളിപ്പെട്ടതാണ്. പെട്രോൾ പമ്പിന്റെ NOC നൽകുന്നതിനായി നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച പ്രശാന്തനുമായി ദിവ്യയ്ക്കുള്ള ഇടപാട് എന്താണ്? എന്തിനാണ് ഇയാൾക്ക് പിന്തുണ നൽകി PP ദിവ്യ ഉദ്യോഗസ്ഥനെതിരെ തിരിഞ്ഞത്? മരണം നടന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും പിന്നീടുള്ള അന്വേഷണങ്ങളിലും വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരമാകേണ്ടത്. അത് ഇടത് ഭരണകാലത്തെ പോലീസ് കണ്ടെത്തലുകൾ വെച്ച് മുന്നോട്ട് പോയാൽ കിട്ടില്ല എന്ന് കുടുംബം വിശ്വസിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ UDF സർക്കാർ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ച് അന്വേഷണം CBIക്ക് വിടാൻ പോകുന്നത്. കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള ശുപാർശ ഉടൻ പുറത്തിറങ്ങും. അപ്പോൾ ഇന്ന് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. UDF സർക്കാരിൽ വിശ്വാസമുണ്ടെന്നും ഗൂഢാലോചനയടക്കം പലതും പുറത്തു വരാനുണ്ട് എന്നുമാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത്. എന്നാൽ ഈ CBI അന്വേഷണത്തിലുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് CPMന്റെ മറുപടി. CBI അവസാന വാക്കല്ലെന്നും കുറ്റാരോപിതർക്കും നിയമപരമായി നീങ്ങാൻ അവകാശമുണ്ട് എന്നുമാണ് MV ജയരാജൻ ഇന്ന് പ്രതികരിച്ചത്. വാക്കുകളിലേക്ക്. അതെ, വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. വാക്ക് പാലിക്കുമെന്നാണ് പറഞ്ഞത്. അവർ അങ്ങനെ പറഞ്ഞു. CBI അന്വേഷണം നടക്കട്ടെ. കോടതി പോലീസ് അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് CBI അന്വേഷണം എന്ന ആവശ്യം നിരാകരിച്ചത്. സർക്കാർ ഉത്തരവ് വഴി CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം സർക്കാർ പരിഗണിച്ചാൽ CBI നീതിപൂർവമായ അന്വേഷണമായിരിക്കണം നടത്തേണ്ടത്. നീതി തേടി കുറ്റാരോപിതരായ ആളുകൾക്ക് പോകാവുന്നതാണല്ലോ. നിയമപരമായ പരിരക്ഷ നേടാനും അവർക്കും അവകാശമുണ്ട്. അപ്പോൾ ആദ്യഘട്ടം മുതൽ കുറ്റാരോപിതർക്ക് വേണ്ടി നിലകൊണ്ട നേതാക്കൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുമാണ് ഈ പ്രതികരണങ്ങൾ ഈ സമയത്തും വരുന്നത്. ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘമാണ് കേസിൽ തുടരന്വേഷണം നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ അന്വേഷണം ഈ തുടരന്വേഷണമായിരുന്നു. പോലീസ് അന്വേഷണത്തിലെ 13 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി തുടരന്വേഷണം വേണമെന്ന് മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യ, കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. അതിലെ 4 കാര്യങ്ങൾ കൂടാതെ കൂടുതൽ പരിശോധന വേണമെന്ന് കോടതി കൂടി അംഗീകരിച്ച് അതനുസരിച്ച് തുടരന്വേഷണം നടക്കുകയായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് തുടരന്വേഷണം നടന്നത്. അങ്ങനെ ഈ പ്രശാന്തന്റെ സ്വർണ്ണ പണയ രേഖ, CCTVയുടെ മുഴുവൻ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് 13 സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാണ് തുടരന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിലും കുടുംബത്തിന് തൃപ്തിയില്ല എന്നതാണ് വ്യക്തമാകുന്നത്.